Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Continuous officer JCA, Joint Commission International. Just an introduction ആണ് അല്ലേ തന്നത് ക്ലാസ്സില് എടുത്തില്ല. ജസ്റ്റ് അതിനെ കുറിച്ചുള്ള പൊതുവായ കുറച്ച് ഇൻട്രൊഡക്ഷനും കുറച്ച് കാര്യങ്ങളും പറഞ്ഞതാണ് അല്ലേ. ഓക്കെ, വായിച്ചു നോക്കിയോ ജസ്റ്റ് വെറുതെ ജോയിന്റ് കമ്മീഷൻ ഒന്ന് വായിച്ചു നോക്കിയോ നിങ്ങളുടെ ഫ്രണ്ടില് വായിച്ചു നോക്കി. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ആ പ്രിന്റിൽ കൊടുത്തിട്ടുള്ളൂ അല്ലേ അല്ലേ? ഭൂരിഭാഗം കാര്യങ്ങൾ അതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഓക്കെ, ഇത് നോക്കാം. ക്ലാസ്സില് ഇല്ലാതിരുന്നവര് റെക്കോർഡഡ് ക്ലാസ് കാണാട്ടോ. എക്സാം ഒക്കെ കാരണം പലരും പല ക്ലാസ്സുകൾ മിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ റെക്കോർഡഡ് ക്ലാസ് കാണാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. സിക്സ്ത്തിന്റെ എക്സാം കഴിഞ്ഞില്ലേ? സിക്സ്ത് ബാച്ചിന്റെ എല്ലാ എക്സാമും കഴിഞ്ഞില്ലേ? പബ്ലിക് എക്സാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞല്ലോ അല്ലെ. ഇനി സെവൻത് ബാച്ചിനാണ് ഇനി എക്സാം ഉള്ളത്, മറ്റേ മെയിൻ എക്സാം. സാറ്റർഡേ തുടങ്ങും എക്സാം. സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ കേറാം. എന്ന് വെച്ചാൽ എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മിസ്സുമാരെടുക്കുന്ന റെക്കോർഡഡ് ക്ലാസ് കാണാട്ടോ കിട്ടുന്ന ടൈമില്ല. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സുമാരോട് പറഞ്ഞാൽ മതി. നമുക്ക് തുടങ്ങാം, ക്ലാസ് തുടങ്ങാം. Joint Commission International, JCI. Joint Commission International is one of the world leading non-profit patient safety organization. അല്ലെ, ലോകത്തിലെ അല്ലെ വേൾഡിലെ തന്നെ എന്താണ് പ്രമുഖ നോൺ പ്രോഫിറ്റ് എന്താണ് ഒരു ലാഭേച്ഛയുമില്ലാത്ത അല്ലെ. അവർ പ്രോഫിറ്റ് ലക്ഷ്യമാക്കുന്നുണ്ടോ? ഉണ്ടോ? പ്രോഫിറ്റ് ലക്ഷ്യം വെച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്? അല്ല. അപ്പൊ നോൺ പ്രോഫിറ്റ് പേഷ്യന്റ് സേഫ്റ്റി ഓർഗനൈസേഷനിൽ ഒന്നാണ് അല്ലെ. ഹോസ്പിറ്റലിൽ എന്തിനു മുൻതൂക്കം കൊടുത്തിട്ടാണ് അവര് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? ക്വാളിറ്റി ഓഫ് കെയറും പിന്നെ എന്താണ് ക്വാളിറ്റി ഓഫ് കെയറും പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലേ, പേഷ്യൻസിന്റെ സുരക്ഷിതത്വം മുൻനിർത്തിയല്ലേ. അപ്പൊ എന്താ വേൾഡിലെ അല്ലെ നമ്മുടെ ലോകത്തിലെ പ്രമുഖ നോൺ പ്രോഫിറ്റ് പേഷ്യന്റ് സേഫ്റ്റി ഓർഗനൈസേഷനിൽ ഒന്നാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. JCI seeks a world where every patient receive the highest quality of care possible. ഈ JCIയുടെ ലക്ഷ്യം എന്താണ്? വേൾഡിലെ എവറി പേഷ്യൻസ് അല്ലെ, ഒരു പേഷ്യൻസിനെ മാറ്റി നിർത്തുന്നുണ്ടാവൂല, എല്ലാ പേഷ്യൻസിനും അല്ലെ, എവറി പേഷ്യൻസ് എല്ലാ പേഷ്യൻസിനും ഉയർന്ന അല്ലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം ലഭ്യമാക്കുന്ന ഒരു വേൾഡ് അല്ലെ, ഒരു ലോകമാണ് JCIയുടെ ലക്ഷ്യം. ഇതിൽ കൊടുത്തേക്കുന്നത് JCI സീറ്റ്സ് എന്നാണ് കേട്ടോ, JCI അന്വേഷിക്കുന്നത്. പക്ഷെ നമുക്ക് ലക്ഷ്യം എന്ന് പറയാം. JCIയുടെ ലക്ഷ്യം അതല്ലേ, എല്ലാവർക്കും അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കെയർ എങ്ങനെയായിരിക്കണം? ക്വാളിറ്റി ഉള്ളത് അല്ലെ, ഗുണനിലവാരമുള്ളതായിരിക്കണം എന്നതാണ് JCIയുടെ ലക്ഷ്യം.
The most visible way can chase this goal is through our accreditation program. ഈ ഒരു ലക്ഷ്യം, ജെസിയുടെ ഈ ഒരു ലക്ഷ്യം അവര് പ്രാവർത്തികമാക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് എല്ലാ ഹോസ്പിറ്റലിലും ചെന്ന് അവർ പറഞ്ഞിട്ടാണ് പ്രാവർത്തികമാക്കുന്നത് ആണോ? അല്ല അല്ലെ? എന്താണ്? അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകളിലൂടെ അല്ലെ ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതിലൂടെയാണ് JCI ഈ ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നത്. ക്ലിയർ അല്ലേ? Next, to the end, JCI regularly publishes a demanding set of standards that represent the most current thinking in patient safety and quality improvement. നമുക്കറിയാം എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് JCI എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട് അല്ലെ? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ അല്ലെ? മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ അല്ലെ? ഹോസ്പിറ്റൽ സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ. ഇതൊക്കെ മുൻനിർത്തിയിട്ടല്ലേ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ അവര് ഗുണനിലവാരം നോക്കുന്നത്, വിലയിരുത്തുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റാൻഡേർഡുകൾ ഇവർ എന്തിന്റെ ബേസിസിലാണ് ഇവർ ചെയ്യുന്നത്? നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലുകള്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്വാളിറ്റി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരുപാട് സർവീസുകൾ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? ട്രീറ്റ്മെന്റുകൾ വരുന്നുണ്ട്, എക്യുപ്മെന്റുകൾ വരുന്നുണ്ട്. അപ്പൊ പണ്ട് നിലനിർത്തിയ ആ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് ഇവർക്ക് വീണ്ടും വീണ്ടും പ്രവർത്തിക്കാൻ പറ്റുമോ JCIക്ക്? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? പുതിയ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അല്ലെ JCI സ്റ്റാൻഡേർഡുകൾ നിർണ്ണയിക്കാനായിട്ട് ചേഞ്ചസ് വരുത്തണ്ടേ? അപ്പൊ എന്താ? രോഗികളുടെ സുരക്ഷയെ അല്ലെ അതിൽ എന്തും കൂടി ഉൾപ്പെടുത്തണം? രോഗിയുടെ സുരക്ഷയ്ക്കും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി അല്ലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനു വേണ്ടി JCI പുതിയ ചിന്താഗതിയെ അല്ലെ പുതിയ മോഡേൺ ആയിട്ടുള്ള ചിന്താഗതിയെ പ്രോത്സാഹിപ്പിക്കുന്ന സ്റ്റാൻഡേർഡുകള് പ്രസിദ്ധീകരിക്കുന്നു അല്ലെ? ഇപ്പൊ ഒരു 3 വർഷം മുമ്പ് JCI പ്രസിദ്ധീകരിച്ച സ്റ്റാൻഡേർഡുകളായിരിക്കും പിന്നെ ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡുകളും കൂടി അവര് എക്സ്ട്രാ ആഡ് ചെയ്യും അല്ലെ? ആണോ? അപ്പൊ പുതിയ ചിന്താഗതിയെ സ്വാധീനിക്കുന്ന അതിൽ എന്തൊക്കെ ഇതുണ്ട്? പേഷ്യൻസിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി കെയറും എന്താണ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി QCI പുതിയ ചിന്താഗതിയെ സ്വാധീനിക്കുന്ന എന്തുകൊണ്ടുവരുന്നുണ്ട്? സ്റ്റാൻഡേർഡുകള് കൊണ്ടുവരുന്നു, പ്രസിദ്ധീകരിക്കുന്നു. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഇപ്പൊ മിസ് എടുക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളുടെ പ്രിന്റിലൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചിലപ്പോ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരാം. മിസ് ആ സമയത്ത് എന്താ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രിന്റ് നോക്കുമ്പോ തന്നെ അത് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. നമ്മൾ ലെക്ചർ നോട്ട് എഴുതുന്ന പോലെ. ഓക്കെ. ചിലപ്പോ പലർക്കും പിന്നീട് ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല. അതുകൊണ്ടാണ് മിസ് പറയുന്നത് കേട്ടോ. ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, നെക്സ്റ്റ്, quality care organization that are able to meet these standards must undergo a comprehensive and rigorous on-site survey conducted by JCI in order to achieve accreditation. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് JCI അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? സർവേ നടത്തുന്നുണ്ട് അല്ലെ? JCIയുടെ സർവേയർ വന്ന് അവിടുത്തെ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമല്ലേ കൊടുക്കുന്നത്? ഓൺസൈറ്റ് നടത്തും അല്ലേ? ആണോ? ഓൺസൈറ്റ് സർവേ നടത്തിയതിന് ശേഷമല്ലേ?
അപ്പൊ ഇതിലെന്താ പറയുന്നത് നോക്കിയേ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്താണ്? നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ, നമ്മൾ പറഞ്ഞു 8 ടൈപ്പിലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലാണ് അല്ലെ ജെസ്സി അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അല്ലെ പറഞ്ഞില്ലേ, ലബോറട്ടറീസ് അല്ലെ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് അല്ലെ, മറന്നുപോയോ? ഹോസ്പിറ്റൽസ് മറന്നുപോയോ? 8 ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലല്ലേ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനല്ലേ കൊടുക്കുന്നത്. അപ്പൊ അവര് എന്ത് ചെയ്യണം? അപ്പൊ ഈ മാനദണ്ഡങ്ങൾ അല്ലെ, ജെസ്സിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിവുള്ള ആരോഗ്യ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്ത് ചെയ്യണം? അക്രഡിറ്റേഷൻ. ഇപ്പൊ ഈ 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡേഴ്സ് അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ എന്ത് നടത്തണം? ജെസ്സിയുടെ കോംപ്രഹെൻസീവ് അല്ലെ, സമഗ്രവും ഓൺസൈറ്റ് കഠിനമായിട്ടുള്ള സർവേ നേരിടണ്ടേ, അതിന് വിധേയരാകണം അല്ലെ. ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ലാബുകൾ ആയിക്കോട്ടെ, പ്രൈമറി സെന്റേഴ്സ് ആയിക്കോട്ടെ അല്ലെ, ഹോം കെയർ സെന്റേഴ്സ് ആയിക്കോട്ടെ അല്ലെ, എന്ത് ചെയ്യണം? ജെസ്സിയുടെ സമഗ്രവും കഠിനവുമായ അല്ലെ റിഗറസ് ഓൺസൈറ്റ് സർവേ. നമുക്ക് എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കാൻ പറ്റോ? ജെസ്സി സർവേയർ വരുമ്പോ ഹോസ്പിറ്റലുകാരുടെ കള്ളത്തരങ്ങൾ കാണിക്കാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ എന്താ? കഠിനമായിട്ടുള്ളതാണ് അല്ലെ, കഠിനമായിട്ടുള്ള എന്താണ് ഓൺസൈറ്റ് സർവേകളും നടത്താൻ ബാധ്യസ്ഥരായിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, വൺസ് ഒരു തവണ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടി, അതിനുശേഷം അവർ എന്ത് ചെയ്യണം? ആ അക്രഡിറ്റേഷൻ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം അല്ലെ. അവർക്ക് നമുക്കറിയാം രാജഗിരി ഹോസ്പിറ്റലിനൊക്കെ ഉണ്ട് അല്ലെ, അഹല്യ ഹോസ്പിറ്റലിനൊക്കെ ഉണ്ട്, ജെസ്സിയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള ഹോസ്പിറ്റലാണ് അല്ലെ. രാജഗിരി ഹോസ്പിറ്റല്, അഹല്യ, ആസ്റ്റർ മെഡ് സിറ്റി, കൊച്ചിയിലുള്ള ആസ്റ്റർ മെഡ് സിറ്റി ഒക്കെ. അപ്പൊ അവരെന്ത് ചെയ്യണം? അവർക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണ്ടേ? ആ ഹോസ്പിറ്റലിൽ നിലനിൽക്കുന്ന കാലത്തോളം അവർക്ക് ഒരു അംഗീകാരം കിട്ടണല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യണം? റീസർവേ നടത്തണല്ലോ, പീരിയോഡിക് ആയിട്ടുള്ള റീസർവേകൾ നടത്തണ്ടേ. നമ്മ പറഞ്ഞു ഓരോ 3 വർഷവും കൂടുമ്പോഴാണ് അല്ലെ, 3 വർഷം കൂടുമ്പോഴല്ലേ ജെസ്സിയെ റീസർവേ നടത്തുന്നത്. പക്ഷെ അത് പ്രാബല്യത്തിൽ വരുന്നത് എത്രാമത്തെ കൊല്ലമായിരിക്കും? 4ാമത്തെ വർഷം അല്ലെ. ആ സ്റ്റാൻഡേർഡ് പ്രാബല്യത്തിൽ വരുന്നത് 4ാമത്തെ വർഷമാണ്. അപ്പൊ എന്താ നോക്കിയേ, നെക്സ്റ്റ് പറയുന്ന നോക്കിയേ, once accredited organization must continue to meet our standards and are regularly assessed through periodic resurvey. എന്ത് ചെയ്യുക? ഒരു തവണ once accredited, ഇപ്പൊ നമ്മുടെ ആസ്റ്റർ മെഡ് സിറ്റിക്ക് ഒരു തവണ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യണം? ആ ജെസ്സിഐ പറയുന്ന സ്റ്റാൻഡേർഡുകൾ കണ്ടിന്യൂ ചെയ്യണ്ടേ, തുടർന്നു കൊണ്ടിരിക്കണ്ടേ. ഇടക്ക് വെച്ച് അവർ ആ സ്റ്റാൻഡേർഡുകൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റോ? ഇടക്ക് വെച്ച് ആ സ്റ്റാൻഡേർഡുകൾ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ വൺസ് അക്രഡിറ്റഡ്, ഒരു തവണ ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ജെസ്സിഐയുടെ സ്റ്റാൻഡേർഡുകൾ ഇവരെന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം അല്ലെ, തുടർന്നു കൊണ്ടിരിക്കണം. കൂടാതെ ഇവരെന്താണ്? റെഗുലർ ആയിട്ട് 3 വർഷം കൂടുമ്പോൾ പീരിയോഡിക് ആയിട്ടുള്ള റിസർവേ നടത്തണം. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, എന്താണ്
നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു തവണ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാല് ആ JCID സ്റ്റാൻഡേർഡുകൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കണം അല്ലെ, അവരത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അല്ലെ. കൂടാതെ അവരെന്ത് ചെയ്യണം, ഓരോ 3 വർഷം കൂടുമ്പോഴും JCID റീസർവേ കണ്ടക്ട് ചെയ്യണം അല്ലെ. ആനുകാലിക പുനർ സർവേക്ക് നടത്തിക്കൊണ്ടിരിക്കണം അല്ലെ, റീസർവേ നടത്തണം. നമ്മ ഫസ്റ്റ് മിസ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ പറഞ്ഞു എന്താണ് JCI എന്ന് പറഞ്ഞിട്ടുള്ളത്, എന്താണ്, കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ. JCI ഏതെങ്കിലും അണ്ടറിൽ വരുന്നതാണോ, അണ്ടറിലാണോ വരുന്നത്? അല്ലല്ലോ, JCIയുടെ അണ്ടറിലാണ് അല്ലെ മറ്റുള്ളത് വരുന്നത്. അപ്പൊ JCI എന്ന് പറഞ്ഞാൽ JCI ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഫ്രം ദ ഓർഗനൈസേഷൻ ബി അക്രഡിറ്റഡ്. എന്താണ്, ഹോസ്പിറ്റലുകൾക്ക് അല്ലെ അംഗീകാരം കൊടുക്കാനുള്ള ഒരു കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് JCI. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ മിസ്? നെക്സ്റ്റ് എടുത്തോട്ടെ. നാബ് മിസ് ഇതല്ല കണ്ടോ, നാബിന്റെ സിമ്പിൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഇതിൽ തന്നിരിക്കുന്ന JCID ആണ് അല്ലേ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാബിന്റെ ഉണ്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ, ശ്രദ്ധിച്ചോ? അതിൽ ആ സിമ്പിളിൽ നോക്കിയോ? അതും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എഴുതിയിട്ടില്ലേ, അതേപോലെ എഴുതിയിട്ടുണ്ട്. എന്താണ്, ക്വാളിറ്റി ഓഫ് കെയർ, പേഷ്യന്റ് സേഫ്റ്റി. ശ്രദ്ധിച്ചോ? അതൊക്കെ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഓക്കെ, സിയിൽ കണ്ടപ്പോ നിങ്ങൾക്കൊന്ന് ഓർമ്മപ്പെടുത്തിയാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, നെക്സ്റ്റ് JCI ഓൾസോ വർക്ക്സ് to improve the quality of care within all hospitals, not just those that are capable of meeting our accreditation standards. JCI just അവരുടെ accreditation സ്റ്റാൻഡേർഡുകൾ മാത്രമാണ് നോക്കുന്നത് അല്ല അല്ലെ. എന്താണ്, JCI ഹോസ്പിറ്റലുകള് അവരുടെ അക്രഡിറ്റേഷൻ അല്ലെ, അവരുടെ അംഗീകാരം ലഭിക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡുകള്, മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് മാത്രമല്ല നോക്കുന്നത്, കൂടാതെ എന്തും കൂടി നോക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. എല്ലാ ഹോസ്പിറ്റലും എന്താണ്, പരിചരണത്തിന്റെ ഗുണനിലവാരം അല്ലെ, പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും JCI പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ, വർക്ക് ചെയ്യുന്നില്ലേ? എന്താണ്, JCI അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡുകൾ പാലിക്കുക മാത്രമല്ല ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത്. എല്ലാ ഹോസ്പിറ്റലും പരിചരണത്തിന്റെ ഗുണനിലവാരം, പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും JCI പ്രവർത്തിക്കുന്നു. Our global experts regularly assist hospitals, municipal governments, and ministries of health as they focus their on quality goals and patient care outcomes. എന്താണ് നമ്മുടെ ഗ്ലോബൽ എക്സ്പേർട്സുകള്? ഗ്ലോബൽ എക്സ്പേർട്സ് എന്ന് പറഞ്ഞാല് JCIയുടെ ഗ്ലോബൽ എക്സ്പേർട്ട് അല്ലെ. എന്താണ്, നമ്മുടെ JCI ഇന്ത്യയില് മാത്രമാണോ? ഇന്റർനാഷണൽ ലെവലിലാണ് അല്ലെ, ഗ്ലോബൽ ആയിട്ടല്ലേ, ഇന്റർനാഷണൽ ലെവലിലാണ് അല്ലെ. അപ്പൊ അതിനുള്ള എക്സ്പേർട്സുകൾ ഉണ്ടാവുമല്ലോ, വിദഗ്ധരുണ്ടാവും അല്ലെ, ഓരോ സ്റ്റാൻഡേർഡുകളും അല്ലെ, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം അല്ലെ. ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ള എക്സ്പേർട്ടുകള് എന്താണ്, ക്വാളിറ്റി ഗോൾസ്, എന്താണ്, ഗുണനിലവാര ലക്ഷ്യങ്ങൾ, ക്വാളിറ്റി ഗോൾസുകൾ, ഗുണനിലവാര ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിനും പേഷ്യൻസിന്റെ ഔട്ട്കം, കെയർ ഔട്ട്കംസ്, പേഷ്യൻസിന്റെ കെയർ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എന്താ, അസുഖങ്ങൾ മാറാ അല്ലെ, ബെറ്റർ ആയിട്ടുള്ള ഔട്ട്കം ലഭിക്കുക അല്ലെ, ട്രീറ്റ്മെന്റിൽ നിന്ന്, അവർക്ക് കൊടുക്കുന്ന പരിചരണങ്ങളിൽ നിന്ന്, അവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസിൽ നിന്ന് അല്ലെ, എന്ത് കിട്ടണം, നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഔട്ട്കം കിട്ടണം അല്ലെ, ആണോ?
അപ്പൊ ആ പേഷ്യന്റ് കെയർ ഔട്ട്കംസുകള് പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്ലോബൽ എക്സ്പേർട്ടുകള് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? ഹോസ്പിറ്റലിനെ, മുനിസിപ്പൽ ഗവൺമെന്റ്സിനെ അല്ലെ, നമുക്കറിയാം മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട് അല്ലെ, നമ്മുടെ ഗവൺമെന്റ് സെക്ടേഴ്സിൽ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിൽ പഠിച്ചില്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിൽ പഠിച്ചില്ലേ? നമ്മൾ ഒരുപാട് ഗവൺമെന്റ് സെക്ടേഴ്സിലുള്ള ഹോസ്പിറ്റലില്, പ്രൈവറ്റ് സെക്ടേഴ്സിലുള്ള ഹോസ്പിറ്റൽ അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്വാളിറ്റി ഗോൾസ്, ഗുണനിലവാര ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിന് വേണ്ടിയിട്ടും പേഷ്യൻസിന്റെ ഔട്ട്കം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഗ്ലോബൽ എക്സ്പേർട്ടുകള് നമ്മുടെ ഹെൽത്ത് ഹോസ്പിറ്റലിനെ, മുനിസിപ്പൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ, മിനിസ്ട്രി ലെവലിലുള്ള ഹെൽത്ത് ഫെസിലിറ്റീസിനൊക്കെ സഹായിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ അല്ലെ, അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കാനൊക്കെ ഈ എക്സ്പേർട്ടുകള് സഹായിക്കുന്നുണ്ട്, പിന്തുണ നൽകുന്നുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുക്കാലോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ്, ദ ജോയിന്റ് കമ്മീഷൻ ഈസ് a US-based accreditation body dedicated to improving healthcare quality and safety around the world. എന്താണ്? ലോകമെമ്പാടുമുള്ള അല്ലെ, വേൾഡ് അറൗണ്ട്, ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംരക്ഷണ ഗുണനിലവാരവും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെ, നമുക്കറിയാം ക്വാളിറ്റിയും സേഫ്റ്റി അല്ലേ നമ്മുടെ JCI ലക്ഷ്യം വെക്കുന്നത്, പേഷ്യൻസിന്റെ സേഫ്റ്റി, ഗുണനിലവാരം അല്ലേ. വേൾഡ് ലോകമെമ്പാടുമുള്ള ഹോസ്പിറ്റലുകളുടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും എന്താണ് പേഷ്യൻസിന്റെ സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെ, ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് അല്ലെ ജോയിന്റ് കമ്മീഷൻ. ഇതൊക്കെ ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് പറഞ്ഞു അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഹിസ്റ്ററിയിൽ പഠിച്ചല്ലോ. US ബേസ്ഡ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് അല്ലെ JCI. അപ്പൊ അതന്നെ വീണ്ടും പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. The Joint Commission strives to continuously improve the safety and quality of care provided to public through the provision of healthcare accreditation service that supports performance enhancement in health care organization. എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുള്ള പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിലൂടെ അല്ലെ, മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകുന്നതിലൂടെ എന്താണ് നമ്മുടെ ജനങ്ങൾക്ക് നൽകുന്നു അല്ലെ, വേൾഡ് വൈഡുള്ള പബ്ലിക്കിന് നൽകുന്ന കെയറിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു അല്ലെ. നമ്മ പറഞ്ഞു JCIയുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻസിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി ഓഫ് കെയർ ആണോ? പല രീതിയിൽ പറഞ്ഞേക്കുന്നതാണ്, ക്വാളിറ്റി ഓഫ് കെയർ ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ JCI, നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ, നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഈ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? ആണോ? ഇപ്പൊ നമ്മൾ ക്വാളിറ്റി അഷുറൻസ് ഓഫ് NAB, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NAB പഠിച്ചു, ക്വാളിറ്റി മാനേജ്മെന്റ് പഠിച്ചു. അപ്പൊ അതിലേക്ക് എന്താ പറഞ്ഞേ? ഒരു എററും സംഭവിക്കരുത് അല്ലെ, ഒരു സെക്ഷനിലും ഒരു എററും സംഭവിക്കരുത് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ എറേഴ്സ് ഉണ്ടാവാൻ പാടില്ല, ഫാർമസിയിൽ എറേഴ്സ് ഉണ്ടാവാൻ പാടില്ല അല്ലെ, അനസ്തീഷ്യ സെക്ഷനിൽ എറർ ഉണ്ടാവാൻ പാടില്ല, സ്റ്റാഫ് മാനേജ്മെന്റിൽ എറേഴ്സ് ഉണ്ടാവാൻ പാടില്ല അല്ലേ, പഠിച്ചില്ലേ? അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ എറേഴ്സ്, ഈ തെറ്റുകൾ വരരുത് എന്നിവര് പറയുന്നത്. അതിന്റെ ആ റേഷ്യോ, അതിന്റെ ആ റേറ്റ് ഒക്കെ നോക്കുന്നത് എന്തിനാ? പെർസെന്റേജ് ഒക്കെ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകളുടെ അല്ലെ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണോ? എറർ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം, എന്ത് പറയാം? അവിടെ ഒരു തെറ്റുകളും സംഭവിക്കില്ല, അവിടെ ഒരു എന്താണ് നല്ല ക്വാളിറ്റി ഉള്ള അല്ലെ, നമ്മുടെ പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പാക്കുന്നു എന്നല്ലേ.
പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ അക്രഡിറ്റേഷൻ സേവനങ്ങൾ ഈ JCI ഹോസ്പിറ്റലുകൾക്ക് നൽകുന്നതിലൂടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസുകൾക്ക് നൽകുന്നതിലൂടെ എന്താണ് ലോകമെമ്പാടുമുള്ള അല്ലെ, നമ്മ പറഞ്ഞു വേൾഡ് വൈഡ് ആണ് അല്ലെ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് പബ്ലിക്കിന് നൽകുന്ന കെയറിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും വർദ്ധിപ്പിക്കാനായി ഈ അക്രഡിറ്റേഷനിലൂടെ JCIക്ക് സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെയാണോ? നെക്സ്റ്റ്, since 1951 the Joint Commission has maintained a state-of-the-art standard that focus on improving the quality and safety of care provided by healthcare organization. നമ്മ പറഞ്ഞു JCI ആദ്യം ഇതാരാ സ്റ്റാർട്ട് ചെയ്തത്? 1918 അമേരിക്കൻ സർജൻസ് അല്ലെ ആണോ? അതിനുശേഷം എന്ത് ചെയ്ത പല അമേരിക്കൻ സർജൻസ് അല്ല ഗ്രൂപ്പുകൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ പല ഗ്രൂപ്പുകളും ചേർന്നിട്ട് 1951 അല്ലെ JCI സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. അപ്പൊ എന്താ അവര് ചെയ്തേക്കുന്നത്? 1917 സോറി നെക്സ്റ്റ് എന്ത് ചെയ്ത് 1951 JCI ആയി അല്ലെ. പല ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഗ്രൂപ്പുകളും കൂടി ജോയിൻ ചെയ്തിട്ട് എന്ത് പറ്റി 1951 JCI സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇവർ എന്ത് കൊണ്ടുവന്ന്? അപ്പൊ നമ്മ പറഞ്ഞു അമേരിക്കൻ സർജൻസ് എങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകളാണ് കൊണ്ടുവന്നത്? മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡുകൾ അല്ലെ അല്ലെ, അറിഞ്ഞോയോ? മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെ. അപ്പൊ 1951 പല ഗ്രൂപ്പുകളും ചേർന്നപ്പോ ഇവരെന്ത് ചെയ്ത് ഫോക്കസ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഫോക്കസ് ഓൺ ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് കെയർ provided by healthcare organization. Healthcare organization നിന്ന് നൽകുന്ന കെയറിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്ത സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സ്റ്റാൻഡേർഡുകൾ അല്ലെ, അത്യാധുനിക രീതിയിലുള്ള അല്ലെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവന്നു, മെയിൻറ്റെയിൻ ചെയ്തു, നിലനിർത്തി. ക്ലിയർ ആയോ? ഒക്കെയാണോ എല്ലാവരും? ഒരു കാര്യങ്ങൾ തന്നെ പല രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ മിസ് ഇങ്ങനെ ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നില്ലേ? മിസ് എടുക്കുന്നത് മനസ്സിലാവുന്നില്ലേ? നെക്സ്റ്റ്, its comprehensive accreditation process evaluates an organization's compliance with these standards and other accreditation requirements. എന്താണ് ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞത്? ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒരു സർവേ മെത്തേഡ് ആണോ? കോംപ്രഹെൻസീവ് ആണ് അല്ലേ, സമഗ്രമായിട്ടുള്ള ഒരു പ്രോസസ് അല്ലേ ഇത്? നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ A to Z കാര്യങ്ങൾ ഇവര് സ്റ്റാൻഡേർഡ് വെച്ച് കാണിട്ട് അവിടുത്തെ സേഫ്റ്റി ഉറപ്പാക്കി കാണിട്ട് അവിടെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് കാണിട്ട് ഇവര് ഉറപ്പ് വരുത്തുന്നുണ്ടോ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, പേഷ്യൻസിന്റെ സേഫ്റ്റിയിലെ എക്യുപ്മെന്റ്സുകള്, അവിടുത്തെ സൗകര്യങ്ങള് അല്ലേ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളും അല്ലേ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളും ഇവര് വിലയിരുത്തുന്നില്ലേ അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട്? അപ്പൊ ഇതെന്താണ് അക്രഡിറ്റേഷൻ?
സോറി, ഇറ്റ്സ് കോംപ്രഹെൻസീവ് അക്രഡിറ്റേഷൻ പ്രോസസ് അല്ലെ. ഇതെന്താണ്? ഒരു സമഗ്രമായിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാം ആണ് അല്ലെ, പ്രോസസ് ആണ്, പ്രക്രിയയാണ്. ഇവാലുവേറ്റ് ആൻഡ് ഓർഗനൈസേഷൻസ് കംപ്ലൈൻസ് വിത്ത് ദീസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് അതർ അക്രഡിറ്റേഷൻ റിക്വയർമെന്റ്സ് അല്ലെ. എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലുകൾ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഇവര് പറയുന്ന മാനദണ്ഡങ്ങൾ, സ്റ്റാൻഡേർഡ്സുകൾ പാലിക്കുന്നുണ്ടോ അല്ലെ, കംപ്ലൈൻസ് ചെയ്യുന്നുണ്ടോ അല്ലെ, പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ റിക്വയർമെന്റ്സുകൾ നടപ്പിലാക്കുന്നുണ്ടോ അല്ലെ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ പ്രോസസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞു, അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ ഹോസ്പിറ്റലിന് പല കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് അല്ലെ, റിക്വയർമെന്റ്സ് ഉണ്ടല്ലോ. ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് അല്ലെ, മാനുവൽസ് ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ്? ലബോറട്ടറി, എന്താണ് നമ്മുടെ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ലൈസൻസ് അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ലൈസൻസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് നമ്മുടെ അക്രഡിറ്റേഷൻ റിക്വയർമെന്റ്സുകള്, നമ്മുടെ JCIയുടെ സ്റ്റാൻഡേർഡ്സുകള് അവർ പാലിക്കുന്നുണ്ടോ, ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ പ്രോസസ് ആണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, Joint Commission accreditation is recognized as a symbol of quality that reflects an organization's commitment to meet specific performance standard. ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടി, ഇപ്പൊ നമ്മുടെ ആസ്റ്ററിന് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എന്തിനുള്ള ഒരു സിമ്പിൾ ആണ്? ക്വാളിറ്റിക്ക് അല്ലെ, ക്വാളിറ്റിക്ക്, പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെ. അപ്പൊ നോക്കിയേ, Joint Commission accreditation is recognized as a symbol of quality. എന്താണ് Joint Commission accreditation എന്ന് പറയുന്നത്? അത് ഇവിടുത്തെ ക്വാളിറ്റിയെ അല്ലെ, ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്ന ഒരു സിംബൽ ആണ്. That reflects an organization commitment to meeting specific performance സ്റ്റാൻഡേർഡുകൾ അല്ലെ. അതെന്ത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, പ്രതിഫലിപ്പിക്കുന്നുണ്ട്? ആ ഓർഗനൈസേഷൻസ് ആ JCI പറയുന്ന സ്റ്റാൻഡേർഡുകൾ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് അല്ലെ എന്ന് സൂചിപ്പിക്കുന്ന എന്ത് കാര്യം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഒരു അക്രഡിറ്റേഷൻ, ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആ സ്റ്റാൻഡേർഡുകൾ പാലിക്കേണ്ടാകുന്നുണ്ടോ? പാലിക്കേണ്ടി വരില്ലോ. എന്താ ചെയ്യണേ? അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? ആ സ്റ്റാൻഡേർഡുകൾ നിലനിർത്തി കൊണ്ടുപോകണ്ടേ? അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അവര് അക്രഡിറ്റേഷൻ കളയില്ലേ? ആ ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യില്ലേ ആ സ്റ്റാൻഡേർഡുകൾ പാലിച്ചിട്ടില്ലെങ്കിൽ? അപ്പൊ എന്താണ്? ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? JCIയുടെ സ്റ്റാൻഡേർഡുകൾ പാലിക്കാൻ ആ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് അല്ലെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രതിജ്ഞാബദ്ധരാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സിംബൽ കൂടി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെയാണോ എല്ലാവരും? നെക്സ്റ്റ്, to earn and maintain the JCI Commission Gold Seal of approval of an organization must undergo a rigorous on-site survey by Joint Commission survey team at least every 3 years. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു JCIയുടെ ഗോൾഡ് സീൽ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ടോപ്പ് റാങ്ക് എന്നൊക്കെ പറയില്ലേ, നമ്മ പറയാറില്ലേ? ടോപ്പ് റാങ്ക് നമ്മുടെ SSLCയുടെ 1ാം റാങ്ക്, 2ാം റാങ്ക്
അല്ലെങ്കിൽ എന്താണ് എൻട്രൻസിന് 1ാം റാങ്ക് കിട്ടിയെന്നൊക്കെ അതെന്താ ടോപ്പ് റാങ്ക് ആണ് അല്ലേ? ടോപ്പ് റാങ്ക് അല്ലേ അത്? അപ്പൊ ഈ JCIയുടെ ഗോൾഡ് സീൽ അപ്രൂവൽ ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണം? എല്ലാ ഓർഗനൈസേഷൻ അല്ലെ ഏൺ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഗോൾഡ് സീൽ അപ്രൂവൽ ഏൺ ചെയ്യാൻ വാങ്ങിക്കാനും അത് നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? നമ്മുടെ ജോയിന്റ് കമ്മീഷൻ സർവേ ടീമിന്റെ ഈ സർവേയിലെ എവറി 3 year കൂടുമ്പോഴുള്ള റിഗറസ് ഓൺസൈറ്റ് സർവേ കണ്ടക്ട് ചെയ്യണം അല്ലെ? 3 വർഷം കൂടുമ്പോഴുള്ള അവരുടെ എന്താണ് കഠിനമായിട്ടുള്ള അല്ലെ റിഗറസ് ആയിട്ടുള്ള ഓൺസൈറ്റ് സർവേ നടത്തണം. ക്ലിയർ ആയോ? Next, JCI is a benchmark of quality healthcare worldwide. JCI എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ബെഞ്ച്മാർക്കിനെ സൂചിപ്പിക്കുന്ന അല്ലെ ഒരു ബെസ്റ്റ് ആണ് അല്ലെ അവര് നല്ലതാണ് എന്ന് വേൾഡ് വൈഡ് അല്ലെ ലോകമെമ്പാടും സൂചിപ്പിക്കുന്നത്. അതല്ല ഇന്ത്യയിൽ മാത്രമാണോ അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ മാത്രമാണോ? അല്ല അല്ലെ വേൾഡ് വൈഡ് ആണ് അല്ലെ. അപ്പൊ വേൾഡ് വൈഡ് ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ബെറ്റർ ആണ് അല്ലെ നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബെഞ്ച് മാർക്കാണ് അല്ലെ ഒരു അടയാളമാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റിയിലൊക്കെ എന്തുണ്ട് പുറമേ നിന്ന് ആളുകൾ വരുന്നുണ്ട് അല്ലെ ഫോറിനേഴ്സ് വരുന്നുണ്ടോ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്? അതെന്തുകൊണ്ടാ വേൾഡ് പുറത്ത് ഫോറിനിൽ നിന്ന് വരുന്നത്? ഇങ്ങനെ ഒരു അക്രഡിറ്റേഷൻ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടല്ലേ ഇവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകൾ ക്വാളിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ പുറമേയുള്ള ആളുകൾക്ക് അല്ലെ ആ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ബെറ്റർ ആണ് അല്ലെ നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബെഞ്ച് മാർക്കാണ്. ക്ലിയർ ആയോ? ഈ കൂടാതെ വേറൊരു കാര്യങ്ങൾ നമുക്ക് ഈ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാല് ആ ഹോസ്പിറ്റലിന് ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്താണ്? അഡ്വർടൈസിങ് അഡ്വാൻറ്റേജ് ആണ് അല്ലെ മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് അല്ലേ പുറമേ ഉള്ള ആളുകളെ ഇങ്ങോട്ട് അല്ലേ മെഡിക്കൽ എന്താണ് ടൂറിസം അല്ലെ പഠിച്ചില്ലേ നമ്മ? മെഡിക്കൽ ടൂറിസം അല്ലേ അത്? ട്രീറ്റ്മെന്റിന് വേണ്ടി അല്ലേ പരിചരണങ്ങൾക്ക് വേണ്ടി എങ്ങോട്ട് വരുന്നുണ്ട്? നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് അല്ലേ ഇന്ത്യയിലേക്ക് വരുന്നതാണ് അല്ലേ അതൊരു മെഡിക്കൽ ടൂറിസം അല്ലേ? ഇതൊക്കെ എന്താണ്? ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ അക്രഡിറ്റേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് അല്ലേ? മറന്നുപോയാ? നമ്മ ക്വാളിറ്റി അഷുറൻസ് നാട്ടിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ JCIയുടെ എന്താണ് അക്രഡിറ്റേഷൻ കിട്ടുക എന്നത് നമുക്ക് എന്താണ് വേൾഡ് വൈഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് കിട്ടുന്ന ഒരു ബെഞ്ച് മാർക്ക് ഒരു അടയാളം കൂടിയാണ് അല്ലെ. We have met the international set of standards led by JCI covering infection control. Infection ആണ് കേട്ടോ ആ എലിയെ വെട്ടിക്കളയാട്ടോ infection control. Infection control, facility safety, medication management, patient safety, quality of care and evidence-based practice guidelines. എന്താണ് നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെറ്റ് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്? ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ മിസ് പറഞ്ഞല്ലോ ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട് അല്ലേ ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട് അല്ലെ നമ്മ പഠിച്ചു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിൽ പഠിച്ചു അല്ലെ ഒരുപാട് ഇൻഫെക്ഷൻസ് അല്ലേ നസോകോമിയൽ ഇൻഫെക്ഷൻസ് അല്ലെ പിന്നെന്താണ് ഫെസിലിറ്റി സേഫ്റ്റി അല്ലേ പേഷ്യൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റീസിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണ്ടേ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലെ വെന്റിലേറ്റേഴ്സ് അല്ലെ എക്യുപ്മെന്റുകൾ അല്ലെ അതിന്റെയൊക്കെ എന്ത് വേണം സുരക്ഷിതത്വം ഉറപ്പാക്കണം അല്ലെ അപ്പൊ ഫെസിലിറ്റി സേഫ്റ്റി കൂടാതെ
മെഡിക്കേഷൻ മാനേജ്മെന്റ് അല്ലെ. എന്താണ് പേഷ്യൻസ് കൊടുക്കുന്ന മരുന്നുകളില് എന്തെങ്കിലും എറേഴ്സ് വരാൻ പാടുണ്ടോ? ഡോസേജില് മരുന്നുകള് നൽകുന്നതിലല്ലേ. അപ്പൊ എന്ത് വേണം? മെഡിക്കേഷൻ മാനേജ്മെന്റ് വേണം അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കറക്റ്റ് രീതിയിലുള്ള ഒരു മെഡിക്കേഷൻ മാനേജ്മെന്റ്. പിന്നെ എന്താണ്? പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പാക്കണം അല്ലെ. മറ്റേത് പറഞ്ഞത് എന്താ? ഫെസിലിറ്റി സേഫ്റ്റി. ഇവിടെ എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. പേഷ്യൻസിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. നെക്സ്റ്റ് ക്വാളിറ്റി ഓഫ് കെയർ. പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളില് എന്ത് വേണം? ഗുണനിലവാരം വേണം അല്ലെ. ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഗൈഡ് ലൈൻസ്. പേഷ്യൻസ് ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രാക്ടീസുകൾ എങ്ങനെയുള്ളതായിരിക്കണം? എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആയിരിക്കണം അല്ലെ. ആണോ? എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിന് പറയും EBP എന്നും പറയുന്നുണ്ട് കേട്ടോ. എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിന് EBP എന്നും പറയുന്നുണ്ട്. അതെന്താണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്? എന്തെങ്കിലും ഒരു തെളിവില്ലേ, എവിഡൻസ് അടിസ്ഥാനമാക്കിയുള്ള പരിശീലനത്തെയാണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം നിപ്പ വൈറസ് വന്നു അല്ലെ. കൊറോണ വൈറസ് വന്നു. അപ്പൊ എന്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്? അവര് മാസ്ക് ധരിക്കുക, 1 മീറ്റർ അകലം പാലിച്ച് സംസാരിക്കുക, പിന്നെ എന്താണ് കൈ ഹാൻഡ് വാഷ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വെറുതെ വന്ന് പറയാണോ ചെയ്തത്? അല്ല അല്ലെ. എന്താണ്? എവിഡൻസ് ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അവരങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് പാലിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത? ഈ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് ഒരു പരിധി വരെ തടുക്കാൻ സാധിച്ചില്ലേ? ഒരു പരിധി വരെ ഈ സ്പ്രെഡിങ് തടുക്കാൻ സാധിച്ചില്ലേ അവർക്ക്? അപ്പൊ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലില് അങ്ങനെയുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ നടപ്പിലാക്കുക. അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് JCAയുടെ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്നത് അല്ലെ. ക്ലിയർ ആയോ? നെക്സ്റ്റ്, this accreditation stands testimony to our commitment towards patient safety and continuous quality improvement. ഈ ഒരു അക്രഡിറ്റേഷൻ, ഈ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് ഒരു ടെസ്റ്റിമണി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഒരു സാക്ഷ്യപത്രമായിട്ട് നിലകൊള്ളുന്നുണ്ട്. എന്തിനുള്ള സാക്ഷ്യപത്രമാണ്? ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പരിചരണങ്ങൾ അല്ലെ, കെയർ എന്തുണ്ട്? പേഷ്യൻസിന്റെ സേഫ്റ്റിയും ഗുണനിലവാരം ഉണ്ടെന്നുള്ള കാര്യത്തിലുള്ള ഒരു സാക്ഷ്യപത്രമായിട്ടല്ലേ നിലനിൽക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് ആസ്റ്റർ മെഡ്സിറ്റി അല്ലെങ്കിൽ അഹല്യ, ഇപ്പൊ നിങ്ങൾ ഇപ്പോഴാണ് അല്ലെ, ഇപ്പൊ പഠിച്ചപ്പോഴല്ലേ നിങ്ങൾ മനസ്സിലാക്കിയത് അഹല്യ ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുണ്ട്, ആസ്റ്റർ മെഡ്സിറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ ഒരു ഹോസ്പിറ്റലിന്റെ പേര് പറയുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അവിടെയുള്ള പ്രവർത്തനങ്ങളിൽ ക്വാളിറ്റി ഉണ്ടാവും അല്ലെ, ഗുണനിലവാരം ഉണ്ടാവും, പേഷ്യൻസിന്റെ സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ടോ? ഒരു തിങ്കിങ്. അപ്പൊ എന്താ ഈ ഒരു അക്രഡിറ്റേഷൻ, ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടുക എന്നുള്ളത് അല്ലെ, കിട്ടി എന്നുള്ളത് എന്തിനുള്ള ഒരു സാക്ഷ്യപത്രമാകുന്നുണ്ട്? ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് നൽകുന്ന കെയറിലെ പരിചരണത്തിൽ എന്തുണ്ട്? ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരമുണ്ട്, പേഷ്യൻസിന്റെ സേഫ്റ്റി ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ, മിസ് എടുത്ത ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കിയേ ഇന്നെടുത്തത്. വായിച്ചു നോക്കിയേ, മിസ് എടുത്ത അന്നത്തെ ഭാഗം ഒന്ന് വായിച്ചു നോക്കട്ടോ.
ഒരുപാട് തവണ ഇങ്ങനെ റിപ്പീറ്റേഷൻ വന്നതുകൊണ്ടാണ് കേട്ടോ മിസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ബാക്കി എടുക്കാം കേട്ടോ. സോറി കേട്ടോ മിസ്, മ്യൂട്ട് ചെയ്തിട്ടുണ്ടായി നിങ്ങൾക്ക് വായിക്കാൻ. നോക്കിയേ, ഹിസ്റ്ററി 1910. ഹിസ്റ്ററി ജെസിയുടെ ഹിസ്റ്ററി മിസ് എടുത്തില്ലേ? ആതിര മിസ് സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ അല്ലെ? ജസ്റ്റ് ഒന്ന് ജെസിയുടെ ഹിസ്റ്ററി ഇതിൽ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ നോക്കിയേ, ഇതിൽ നോക്കിയേ, 1910, 1913 concerned for the quality of hospital care in USA. എന്ന് പറ്റി 1910-ലും 1913 ആ ഒരു പീരീഡില് നമ്മുടെ ഹെൽത്ത് USA അല്ലെ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയില് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റിയില് ഒരു ആശങ്ക നിലനിർന്നു അല്ലെ? കൺസേൺഡ് അല്ലെ? ആശങ്ക നിലനിന്നു. എന്താണ്? പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളിൽ ഗുണനിലവാരമുണ്ടോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക അവിടുത്തെ ജനങ്ങളില് നിലനിന്നു. അപ്പൊ എന്ത് പറ്റി? 1910-ല് 1910 ഏണസ്റ്റ് എ കോഡ്മാൻ ഫോക്കസ്ഡ് ഓൺ റിസൾട്ട്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്ത്? ആ ഒരു ആശങ്ക വന്നപ്പോ അദ്ദേഹം ആ ഒരു ഔട്ട്കംസില്, ആ പേഷ്യൻസിന്റെ ഔട്ട്കംസില് എന്ത് പറ്റി? ഫോക്കസ് ചെയ്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ക്ലിയർ ആയോ? എങ്ങനെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോ എങ്ങനെയാണ് പറയുന്നത്? എങ്ങനെയാണ് അല്ലെ? ജോയിന്റ് കമ്മീഷൻ ഉത്ഭവിച്ചതെന്നല്ലേ പറയുന്നത്? ഉണ്ടായത് അല്ലെ? അങ്ങനെയാണോ? ഇന്നത്തെ രീതിയിലുള്ള ഒരു ജോയിന്റ് കമ്മീഷൻ ഉണ്ടായത് അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ ജോയിന്റ് കമ്മീഷൻ നിലനിന്നിട്ട് വന്നത്? 1910-13 ആ ഒരു പീരീഡില് എന്ത് പറ്റി? നമ്മുടെ USA-ല്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലുള്ള ഹോസ്പിറ്റലില് അവിടെ നിന്ന് കൊടുക്കുന്ന കെയർസില് ഗുണനിലവാരമുണ്ടോ എന്നതിൽ ഒരു ആശങ്ക നിലനിരുന്നു. അപ്പൊ എന്ത് ചെയ്ത്? ഏണസ്റ്റ് എ കോഡ്മാൻ എന്ത് ചെയ്ത്? ആ പേഷ്യൻസിന്റെ ഔട്ട്കംസിൽ അല്ലെ, റിസൾട്ടില് ഫോക്കസ് ചെയ്തു, കേന്ദ്രീകരിച്ചു.
1918 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ began a hospital standard program. നമ്മ പറഞ്ഞല്ലോ 1918 എന്ത് ചെയ്ത അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് എന്ത് ചെയ്ത ഹോസ്പിറ്റൽ ഒരു മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡുകൾ വെച്ചിട്ട് ഹോസ്പിറ്റൽ സ്റ്റാൻഡർഡൈസേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അല്ലേ അല്ലേ? ഹിസ്റ്ററിയിലൊക്കെ മിസ് പറഞ്ഞു അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ആശങ്ക നിലനിന്നപ്പോഴാണ് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളിൽ എന്താണ് ഗുണനിലവാരമുണ്ടോ എന്നതിൽ ഒരു ആശങ്ക നിലനിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ. ക്ലിയർ ആയോ? പിന്നെ ഇത് എന്താണ് ജോയിന്റ് കമ്മീഷൻ ആയത്? 1951 ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഫോംഡ് ടു കണ്ടിന്യൂ ദ ചലഞ്ച് അല്ലേ? ഇപ്പൊ എന്തേത് 1951 ആയപ്പോഴ് ജോയിന്റ് കമ്മീഷൻ ഓഫ് അക്രഡിറ്റേഷൻസ് അല്ലെ ഹോസ്പിറ്റൽ തുടരുന്നതിനായിട്ട് ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ എന്താണ് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളില് രണ്ടിലും വ്യത്യാസം ഉണ്ട് അല്ലെ? 17ഉം 18ഉം ആണ് അല്ലെ? മിസ് ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാട്ടോ. മിസ് ഒന്ന് നോക്കിയിട്ട് പറയാട്ടോ. അപ്പൊ എന്താണ് ഈ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ഈ ചലഞ്ച് ഈ ഒരു വെല്ലുവിളി കൊടുക്കുന്ന പരിചരണത്തിൽ എന്താണ് ഗുണനിലവാരമുണ്ട് അല്ലെ? അത് എങ്ങനെയാണ് കറക്റ്റ് അതിനുള്ള വെല്ലുവിളി സ്വീകരിക്കുന്നത് പോലെ എവിടെത്തിയത് ഒരു ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ പല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അടങ്ങുന്ന പല ഗ്രൂപ്പുകളും കൂടി ജോയിൻ ചെയ്തിട്ട് ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും നെക്സ്റ്റ് നിങ്ങൾ പഠിച്ചു തന്നെയാണ് കേട്ടോ വീണ്ടും വരുന്നത് ഈ ക്വാളിറ്റി കെയർ മറ്റേ നമ്മുടെ പേഷ്യന്റ് സേഫ്റ്റി ഒക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ബാക്കി മിസ്സിന് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ മിസ് ഇത്രേ എടുക്കുന്നുള്ളൂ. മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.